നമസ്കാരം. കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി 4-ന് രാത്രി 11 മണിയോടെ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരെ ജീപ്പിലെത്തിയ പോലീസ് അടിച്ചോടിക്കുന്നു. എന്തിനാണ് തങ്ങളെ തല്ലുന്നത് എന്ന ചോദ്യം മൈൻഡ് പോലും ചെയ്യാതെ കുറച്ചുപേരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ വാർത്തയും തുടർന്ന് പോലീസിന് സംഭവിച്ച വീഴ്ചയുമെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും പോലീസിന്റെ വീഴ്ചയെ പറ്റി വെളിവാക്കുന്ന പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിവാഹ സൽക്കാരം കഴിഞ്ഞെത്തിയ ആളുകളെ പോലീസ് മർദ്ദിച്ചതിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 7 മിനിറ്റോളം യുവതി അടക്കമുള്ള പരാതിക്കാർ ബാറിന് മുന്നിലുണ്ടായിരുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാരും ബാറിനടുത്തുണ്ടായിരുന്നു. ബാർ അടയ്ക്കുന്ന സമയം ബാറിൽ കയറി മദ്യം ആവശ്യപ്പെട്ടതും ബഹളം ഉണ്ടാക്കിയതുമായി ബാറിൽ ജോലിക്കാർ പറഞ്ഞ ചെറുപ്പക്കാർ ചിലപ്പോൾ ഇവരായിരിക്കാം. ഈ ചെറുപ്പക്കാർ ബാറിന്റെ ചില്ലുവാതിലും മറ്റും ശക്തമായി അടിക്കുകയും ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബാർ ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ചു. പ്രശ്നമുണ്ടാക്കിയ യുവാക്കൾ പിന്നീട് ബൈക്കിൽ കയറി അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷവും പരാതിക്കാർ ബാറിന് മുന്നിലെ റോഡിലുണ്ടായിരുന്നു. ഇവർക്കടുത്തേക്കാണ് പോലീസ് വാഹനം പാഞ്ഞെത്തുകയും ചാടിയിറങ്ങിയ പോലീസുകാർ മർദ്ദനം അഴിച്ചുവിടുകയും ചെയ്തത്. ഇതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ പോലീസുകാർ റോഡിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന പരാതിക്കാരിയെയും കൂടെയുള്ളവരെയും അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് ദൃശ്യത്തിലുള്ളത്. കൂടെയുള്ളവരെ ഓടിച്ചിട്ട് തല്ലുന്നത് കണ്ട ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സിത്താരമോളും ഭർത്താവ് ശ്രീജിത്തും പോലീസ് ജീപ്പിന് മുന്നിലൂടെ റോഡിന്റെ മറുവശത്തേക്ക് ഓടി. ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് അടിച്ചതെന്നും എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ട് മറുപടി പോലും തരാതെ പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്നും സിത്താര പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. പോലീസ് യൂണിഫോമിലായിരുന്നില്ലെന്നും സിത്താര പറഞ്ഞു. ഓടട എന്ന് പറഞ്ഞ് അടിക്കുകയായിരുന്നുവെന്നും സിത്താരയുടെ സഹോദരൻ മൊഴി നൽകി. പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നാലെ ഓടിച്ചെന്നിവരെ അടിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. ഇതിനിടയിൽ ഇവർക്ക് വീണ് പരുക്കുപറ്റി. അടിയിൽ ശ്രീജിത്തിന്റെ തലയ്ക്ക് പരുക്കുപറ്റി. കുറച്ച് നിമിഷങ്ങൾക്കു ശേഷം പോലീസ് തിരിച്ചെത്തി. പിന്നീട് ഇവിടെ നിന്ന് പോയി. വീണ് പരിക്കുപറ്റിയ സിത്താരമോളെയും ശ്രീജിത്തിനെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നതാണ് സത്യം. അതേസമയം വിവാഹ സൽക്കാരം കഴിഞ്ഞു വരവെ റോഡരികിൽ വാഹനം നിർത്തി വിശ്രമിക്കുകയായിരുന്ന തങ്ങളെ പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്നാണ് മർദ്ദനമേറ്റവർ നൽകിയ പരാതി. പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി കമ്മീഷനും പരാതി നൽകാനൊരുങ്ങുകയാണ് മർദ്ദനമേറ്റ ഷിബിൻ. ഈ സംഭവത്തിൽ സസ്പെൻഷനിലായ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI ജിനുവിനെതിരെ മുമ്പും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചെന്നായിരുന്നു ആരോപണം. സംഭവത്തിൽ SI S ജിനുവിനും 2 പോലീസുകാർക്കും സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. DIG അജിത ബീഗമാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിരുന്നു. പത്തനംതിട്ട SI S ജിനുവിനെ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു.